എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. നല്ല സ്നേഹത്തിലിരുന്ന ആ വ്യക്തികൾ പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ അതല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളിൽ കുറ്റങ്ങൾ കണ്ടെത്തിയും അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടും നമ്മളിൽ നിന്ന് അകന്നു പോകും. തുടക്കത്തിലൊക്കെ ഭയങ്കര സന്തോഷമായി പെരുമാറിയിരുന്ന ആളുകൾ, എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചിരുന്ന ആളുകൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ ആവും. അങ്ങനെ ആകുമ്പോൾ അതിലൊരാൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം നേരിടേണ്ടി വരും. അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിന് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എന്നിട്ട് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി അതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അവരില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ, ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ വരും. ഏത് നിമിഷം അവരുടെ ചിന്തകൾ മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ തുടക്കത്തിൽ നമ്മളോട് നല്ല സ്നേഹം കാണിച്ചിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വരെ തോന്നിപ്പോകും. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു പക്ഷേ അവർക്ക് മറ്റ് റിലേഷൻ ഉണ്ടായതാവാം. അധികവും അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവർ പോകുന്നത്. അതല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞാലും ഇവരെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ടായിരിക്കും വരുന്നത്. അതൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവില്ല. അവരുടെ സ്നേഹവും ഇതൊക്കെ കാണുമ്പോൾ ഇത് ആത്മാർത്ഥവും സത്യസന്ധമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. അവർ മനസ്സിൽ മറ്റ് പല ചിന്തകളുമായിട്ടായിരിക്കും നമ്മളിലേക്ക് കടന്നു വരിക. പക്ഷെ അത് എന്തോ ആയാലും നമ്മുടെ മനസ്സ് ഒരുപാട് വിഷമിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിത്തീരും. ജീവിക്കണോ വേണ്ടേ എന്ന് പോലും ആകും. ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. മാനസികാവസ്ഥ വളരെ തകരാറിലാവും. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവരെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാലേ മുന്നോട്ട് പോകൂ എന്ന അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. അവർ വന്നാലേ നിങ്ങൾക്ക് ആ സന്തോഷം നിലനിർത്താൻ കഴിയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര ആയാലും ഒന്നിലും ശ്രദ്ധ കിട്ടില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളെ ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ കൂടെയുള്ളവരോട് വെറുതെ ദേഷ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത അവസ്ഥ. പെട്ടെന്ന് ഉണർന്നാലും ഇതേ ചിന്ത, 24 മണിക്കൂറും ഇതേ ചിന്ത തന്നെ ആയിരിക്കും. കാരണം ഒരു കാലത്ത് അവർ നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്നു, അത്രയ്ക്കും നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നെ പെട്ടെന്ന് അവരുടെ മാറ്റം നമുക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് എന്താ അറിയേണ്ടത് എന്ന് വെച്ചറിഞ്ഞ് അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആഗ്രഹമുള്ളവരെല്ലാം അത് ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.